നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 55-60 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ സമൂഹത്തിൽ മിക്കവാറും ആൾക്കാരെല്ലാം വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പോവുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമം എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളൊക്കെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണത്. അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ആരൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നടത്തം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കംപ്ലീറ്റ് എക്സസൈസ് അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ നടക്കാൻ പോകുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ഹാർട്ടിന് ആരോഗ്യം ഉണ്ടാക്കാനും അതേ കണക്ക് തന്നെ നമ്മുടെ കാലുകൾക്കൊക്കെ ബലം ഉണ്ടാക്കാനും ഒക്കെ നടത്തം നിങ്ങളെ സഹായിക്കുമെങ്കിലും നമ്മുടെ ഫുള്ളായിട്ടുള്ള നമ്മുടെ അപ്പർ ബോഡിക്കും നമ്മുടെ ജോയിൻസുകൾക്കും ഒന്നും നടത്തം കൊണ്ട് വലിയൊരു പ്രയോജനമൊന്നും ലഭിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ നടക്കാൻ പോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് എക്സസൈസുകൾ കൂടി നിങ്ങൾ ദിവസവും ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടുന്നത്. ഓക്കെ, നടക്കാൻ പോകുന്നതിനോടൊപ്പമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോകാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ എക്സസൈസുകൾ ഫോളോ ചെയ്യാം. അപ്പം 5 വ്യായാമങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ആദ്യം ചെയ്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു കാല് നിങ്ങൾ ഇതേ കണക്ക് ഉയർത്തുന്നു. അതിനോടൊപ്പം നിങ്ങളുടെ ഓപ്പോസിറ്റ് ഭാഗം, നിങ്ങളുടെ കാല് ഈ ഒരു കാലാണ് മുകളിലോട്ട് നിങ്ങൾ ഉയർത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഭാഗത്തെ കൈ അതേപോലെ മുകളിലോട്ട് ഉയർത്തുക. കണ്ടില്ലേ? അപ്പം ഞാൻ ഫാസ്റ്റായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തോളൂ. അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ചെയ്ത് ശീലമായതിനു ശേഷം നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിൽക്കുക. നിന്നതിന് ശേഷം കണ്ടില്ലേ? ഇത് നല്ല ഒരു എക്സസൈസ് ആണ്. ഇത് നിങ്ങളുടെ അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഒരേപോലെ തന്നെ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് ചെയ്താൽ നല്ല ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ കോർ മസിലിന്, നിങ്ങളുടെ കാലുകളുടെ മസിൽസിന്, നിങ്ങളുടെ ബാക്ക് മസിൽസ്, ഷോൾഡർ മസിൽസ് എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. അതോടൊപ്പം തന്നെ നല്ലൊരു കാർഡിയോ വ്യായാമം കൂടിയാണിത്. ഓക്കെ, അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഏകദേശം 1 മിനിറ്റ് സമയമൊക്കെ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക. ഓക്കെ, 2 3 4 5 6 7 8 9 10. ഈ എക്സസൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അപ്പർ ബോഡി നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ഈ ഒരു കാഫ് മസിൽസ് കണ്ടില്ലേ? ഈ വിരല് താഴെ കുത്തിക്കൊണ്ടാണ്, കാലിലെ വിരലുകൾ താഴെ കുത്തിക്കൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് ഉയരുന്നത്. അത് നിങ്ങളുടെ ഈ കാലിലോട്ടുള്ള പ്രത്യേകിച്ച് നിങ്ങളുടെ കാഫ് മസിൽസ് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാനായിട്ട് സഹായിക്കും. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഏകദേശം 1 മിനിറ്റോളമെങ്കിലും നിങ്ങൾക്ക് ഈ എക്സസൈസുകൾ ഫോളോ ചെയ്യാവുന്നതാണ്. ദിവസം ഒരു 10 മിനിറ്റോളം നിങ്ങൾക്ക് കൂടിപ്പോയാൽ ഇതിന് ചിലവാക്കേണ്ടി വരികയുള്ളൂ. പക്ഷേ നല്ല ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ എക്സസൈസ് വഴി കിട്ടുന്നത്. നിങ്ങൾക്ക് ചെയ്യാവുന്ന മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന മൂവ്മെന്റ്സുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് കണക്ക് നിൽക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് അല്പം വൈഡ് ചെയ്യുക. ഇതേപോലെ അതിനനുസരിച്ച് 1 കണ്ടല്ലോ, 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് അല്പം വൈഡ് ചെയ്യുക. അടുത്ത കാല് പതുക്കെ ആ ഒരു ഭാഗത്തോട്ട് കൊണ്ടുവരിക. കൈ ഉയർത്തുക. വീണ്ടും അടുത്ത കാല്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് 1 മിനിറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലോവിൽ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ അല്പം ഫാസ്റ്റായിട്ട് ചെയ്യുക. നല്ലൊരു കാർഡിയോ എക്സസൈസ് ആണ്. അതേ കണക്ക് തന്നെ നിങ്ങളുടെ
ഫുൾ ബോഡിയും നല്ല രീതിയിൽ മൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു വ്യായാമം കൂടിയാണ്. ഓക്കെ, അപ്പം നാലാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങൾ കൈകൾ ഇതേപോലെ മുകളിലോട്ട് ഉയർത്തി പിടിക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ 1 2 3 4 5 6 7 8 9 10. അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് 1 മിനിറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു എക്സസൈസ് ചെയ്യുന്നുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിൻ്റെ മസിൽസ് ആക്ടിവേഷൻ ആവുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ കോർ മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട്. നിങ്ങളുടെ ഷോൾഡർ മസിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു എക്സസൈസ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ 1 മിനിറ്റ് എങ്കിലും ഇത് ഫോളോ ചെയ്യുക. ഓക്കെ, വളരെ നല്ല ഒരു എക്സസൈസ് ആണിത്. അപ്പം നമ്മുടെ ഫൈനൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഇതേപോലെ 1 2 3 4 5 6 7 8 9 10. ഇതേപോലെ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബാലൻസ് തെറ്റും അല്ലെങ്കിൽ മറിഞ്ഞു വീഴുമെന്നൊക്കെ ഭയമുള്ളവർക്ക് ഒരു ഭിത്തിയോട് ചേർന്ന് നിന്നിട്ട് ഇതേപോലെ ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതേപോലെ. അപ്പം ഇതും നല്ലൊരു കാർഡിയോ എക്സസൈസ് ആണ്. അത് കണക്ക് നിങ്ങളുടെ ഫുൾ ബോഡിയും നല്ല എക്സസൈസ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.